സൈക്കോളജി മൂവ്മെന്റ് ആണ് പ്രിയപ്പെട്ടവരെ മാനസികപരമായിട്ട് നമുക്ക് ഉണർവ് നൽകുന്നത്. എന്താണെന്നറിയുവോ? മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ മനുഷ്യനോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഏ സഹോദര, ഞാൻ ഈ ചെടി നട്ടതുണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ടല്ല, ഇതെന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ നടുന്നത്. അതായത് അവിടുന്ന് പറയുകയാണ്, എന്റെ മരണശേഷവുമുണ്ടല്ലോ ഇത് വളർന്നൊരു വൃക്ഷമായി മാറുമ്പോ, ഇതിനെ ഉപകാരപ്പെടുത്തുമ്പോ അതിന്റെ പ്രതിഫലം എന്റെ ഖബറിലേക്ക് ലഭിക്കുമല്ലോ എന്ന ആഗ്രഹത്തിലാണ് ഞാൻ ചെയ്യുന്നതെന്ന് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുകയാ. ഞാനിത് നടുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെ എന്തിനാണ്? ഈ ചെടി നട്ട് കഴിയുമ്പോൾ ഇത് വളർന്ന ഒരു വൃക്ഷമായി മാറുമ്പോൾ ഇതിനെ ജനങ്ങൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നുവോ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം എൻ്റെ ഖബറിലേക്ക് ലഭിക്കുമല്ലോ എന്നുള്ളൊരു കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഒരു പ്രോത്സാഹനമാണ്, വലിയ ഒരു മാനസികമായിട്ടുള്ള ഒരു ശക്തിയാണ് ഇതിലൂടെ മഹാനവറുകളെ ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമുക്ക് കൃഷി ചെയ്യാൻ ഒരു പ്രചോദനമാണ് മുഅ്മിനീങ്ങളെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതേസമയം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നിലയ്ക്ക് നീ കൃഷി ചെയ്താൽ നിനക്ക് മടി വരികയില്ല. മാത്രമല്ല അത് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു ഉപകാരമാക്കിയിട്ട് നിന്നെ ഈ ഭൂലോകത്ത് മരിപ്പിക്കുകയുള്ളൂ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നിങ്ങൾ കഴിവതും നിങ്ങൾ കൃഷി ചെയ്യുക. കാരണം ഏറ്റവും നല്ല സമ്പാദ്യം എന്താണെന്നറിയുമോ? കേട്ടോളിൻ, അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുക ഏറ്റവും നല്ല സമ്പാദ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഏറ്റവും നല്ല സമ്പാദ്യം എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാ, ഒരാൾ തന്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ച്, അതായത് കൃഷികൾ ചെയ്ത് ഭക്ഷിക്കലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. ഏറ്റവും നല്ല സമ്പാദ്യം അത് കൃഷി ചെയ്ത് ഭക്ഷിക്കലാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. ഇന്ന് നമ്മൾ സ്വന്തമായി നമ്മുടെ ഭവനങ്ങളില് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങി അവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഈ 21-ാം നൂറ്റാണ്ടിലാണെങ്കിൽ നാം ഒന്ന് ചിന്തിക്കുക. കാരണം എത്രയോ നമുക്കൊരു വിശ്വസിച്ചിന്നെന്താണ് ഒരു ഫ്രൂട്ട്സ് പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ആ സമയത്താണ് നൂറ്റാണ്ടുകൾ ഈ